നമസ്കാരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സമുദായത്തിനെതിരെ നടത്തിയ വിവാദ പരാമർശങ്ങളിൽ മാപ്പു ചോദിച്ച് പൂഞ്ഞാറിലെ BJP സ്ഥാനാർത്ഥി PC ജോർജ്. അവർ പലതും പറഞ്ഞപ്പോൾ അരിശം തോന്നി പറഞ്ഞതാണെന്നും പരസ്യമായി ക്ഷമ പറയുകയാണെന്നും PC ജോർജ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനായാസം വിജയിക്കുമെന്നും എല്ലാ വിഭാഗത്തിന്റെ വോട്ടും തനിക്ക് കിട്ടുമെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. മാതൃഭൂമിയോടായിരുന്നു PC ജോർജ് പ്രതികരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ചു. ആ തെറ്റിദ്ധാരണയൊക്കെ നീങ്ങി. ഞാൻ ഒരു തെറ്റും ചെയ്യുന്നവനല്ല. ആ വിഭാഗവുമായി നല്ല ബന്ധമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരും പരിപൂർണ പിന്തുണ നൽകിയിരിക്കുകയാണ്. എല്ലാ വിഭാഗത്തിന്റെ വോട്ടും ലഭിക്കുമെന്നും PC ജോർജ് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയ പരാമർശത്തിൽ PC ജോർജ് ക്ഷമ പറയുകയും ചെയ്തു. എനിക്കതിൽ തെറ്റുപറ്റി. അവർ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അരിശം വന്ന് ഞാനും പലതും പറഞ്ഞു. അങ്ങനെയൊരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഞാൻ അവരോട് പരസ്യമായി ക്ഷമ പറയുകയാണ്. അതല്ലേ അതിൻ്റെ മര്യാദ. പൊതുപ്രവർത്തകൻ ആരോടും പിണങ്ങേണ്ട കാര്യമില്ല, PC ജോർജ് കൂട്ടിച്ചേർത്തു. ഈ നിയോജക മണ്ഡലത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഏറെ കാര്യങ്ങൾ ഞാൻ ചെയ്തതാണ്. അതിൻ്റെ തുടർ നടപടികൾ പലതും ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ 5 കൊല്ലം നഷ്ടപ്പെട്ടു. മറ്റൊരു സങ്കടം നമ്മുടെ ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടുപോയി എന്നുള്ളതാണ്. അവരെ തിരികെ കൊണ്ടുവരണം. എൻ്റെ വലിയ ആവശ്യമാണിത്. തന്റെ വിജയം അനായാസമാണെന്നും എന്നാൽ 3ാം സ്ഥാനത്തിനു വേണ്ടി മത്സരമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും തമ്മിൽ 3ാം സ്ഥാനത്തിനു വേണ്ടി കടുത്ത പോരാട്ടമാണ് നടത്തുന്നത്. പാലായിൽ മകനും NDA സ്ഥാനാർത്ഥിയുമായ ഷോൺ ജോർജിന് വിജയസാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അപ്പനും മകനും ഒരുമിച്ച് നിയമസഭയിൽ കാണുമെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. പാലായിൽ ഇത്തവണ ജനങ്ങൾ മാറി ചിന്തിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വലിയ ആത്മവിശ്വാസമാണുള്ളത്. റോഡും പാലവും മാത്രമല്ല വികസനം എന്ന് പറയുന്നത്. പാലായിൽ നിന്ന് ഒരു തലമുറ തന്നെ പലായനം ചെയ്യുകയാണ്. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ അധ്വാനിച്ച് ജീവിക്കാൻ സാധിക്കണം. അതിന് മോദിജിയുടെ സഹായം ആവശ്യമാണ്. അതാണ് പാല ആഗ്രഹിക്കുന്നതെന്നും ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ മധ്യകേരളത്തിലെ BJPക്ക് ഏറ്റവും സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ്. 25,000-ൽ കുറയാത്ത ഭൂരിപക്ഷം BJPക്ക് പാലായിൽ നിന്ന് ലഭിക്കുമെന്നും ജനങ്ങളാണ് തന്റെ പ്രതീക്ഷയെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. LDFന്റെയും UDFന്റെയും രാഷ്ട്രീയ പോരാട്ടമല്ലാതെ പാലായിലൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ആ രാഷ്ട്രീയത്തോടുള്ള പാലായിലെ ജനങ്ങളുടെ മടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നത്, ഷോൺ ജോർജ് പറഞ്ഞു. അതേസമയം പൂഞ്ഞാറിൽ PC ജോർജാണ് NDA സ്ഥാനാർത്ഥി. 7 തവണ MLA ആയിരുന്ന PC ജോർജ് തന്റെ തട്ടകമായ പൂഞ്ഞാറിൽ സുപരിചിതനാണ്. എന്തായാലും പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് പാലായിൽ നടക്കാൻ പോകുന്നത്. താൻ ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് PC ജോർജ്. അതിന് പിന്നാലെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പിൽ നടത്തിയ പരാമർശത്തിലാണ് ക്ഷമ പറഞ്ഞ് രംഗത്ത് വന്നത്.